പാരീസിൽ നിന്ന് ചാർട്രേസിലേക്ക് നടന്ന കത്തോലിക്ക തീർത്ഥാടനത്തിൽ ഫ്രഞ്ച് സഭയ്ക്ക് ആവേശം പകർന്ന് 19,000 യുവജനങ്ങൾ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ചാർട്രസ് കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിയോടെയാണ് 3 ദിവസം നീണ്ടുനിന്ന പാരീസ് ചാർട്രസ് തീർത്ഥാടനം സമാപിച്ചത്. തീർത്ഥാടനത്തിൻ്റെ ജനറൽ ചാപ്ലെയിൻ അബേ ജീൻ ഡി മാസിയ FSSP ദിവ്യബലിയിൽ കാർമ്മികത്വം വഹിച്ചു. പരമ്പരാഗത സ്വഭാവം നിലനിർത്തിക്കൊണ്ട് 3 ദിവസങ്ങളിലായി ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഏകദേശം 60 മൈലാണ് ജപമാല പ്രാർത്ഥിച്ചും നിയുക്ത സ്ഥലങ്ങളിൽ രാത്രി കഴിച്ചും തീർത്ഥാടകർ നടന്നു തീർത്തത്. നോട്രഡാം ഡി ക്രെറ്റിയൻ്റെയിൽ നിന്നുള്ള 1000-ലധികം വളണ്ടിയർമാരും 120 എക്സിക്യൂട്ടീവുകളും തീർത്ഥാടകരുടെ സഹായത്തിനായി ഉണ്ടായിരുന്നു. ചാർട്രസ് കത്തീഡ്രലിൻ്റെ സഹസ്രാബ്ദി ആചരണത്തോടനുബന്ധിച്ച് ഇവിടെ സൂക്ഷിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മൂടുപടം വണങ്ങുവാനുള്ള അവസരവും തീർത്ഥാടകരായ യുവജനങ്ങൾക്ക് ലഭിച്ചു. പാരീസിലെ പ്രസിദ്ധമായ നോട്രഡാം കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് നോട്രഡാം ഡി ചാർട്രേസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനമാണ് ഇത്.